MLA സംസാരിക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനമുണ്ട് എന്ന വിവരം കേരളക്കാർ അറിയുന്നത് ഇന്ന് രാവിലെയാണ്. പ്രധാനമന്ത്രി വളരെ ധിക്കാരവും ദാഠ്യവുമാണ് ഇക്കാര്യത്തിൽ കാണിച്ചത്. ജനാധിപത്യ മര്യാദ എന്ന ലവലേശമില്ല. ഈ രാഷ്ട്രീയമായ അന്ധത ബാധിച്ചാൽ എന്താകുമെന്നതിന്റെ തെളിവാണ് ഇന്ന് കാണിച്ചത്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായല്ലോ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ മുതൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. UDFന്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കാൻ പറ്റാതെ ഉപേക്ഷിച്ചു പോയതാണല്ലോ ഈ പദ്ധതി. കേന്ദ്ര ഗവൺമെന്റ് തന്നെ അന്ന് പറഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റി ഞങ്ങൾ ഇനി കേരളത്തിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞു പോയി. ആ സ്ഥാനത്താണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ പരിഗണന എന്തു വന്നാലും നാഷണൽ ഹൈവേ നടപ്പിലാക്കലാണ്. അതിന് ഭൂമി ഏറ്റെടുക്കലിനുള്ള തടസ്സം മുഴുവൻ നീക്കും. എങ്ങനെ നീക്കിയത്? 25 പൊന്നിൻ വില കൊടുത്തു. മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടിയാണ് സംസ്ഥാന സർക്കാർ ഭൂമിക്ക് വില കൊടുത്തത്. എവിടെയെങ്കിലും ആർക്കെങ്കിലും ആക്ഷേപം ഉണ്ടായോ? മുഴുവൻ ആളുകളും പറഞ്ഞു ഞങ്ങളുടെ ഭൂമി എടുത്തു 4 ഇരട്ടി കൊട്ടിയപ്പോൾ നല്ല തോതിൽ പണം കിട്ടിയ ആളുകൾക്ക്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഇത്രയും പണം കൊടുത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഭൂമി എടുത്തിട്ടില്ല, കേരളത്തിൽ എടുക്കാൻ പറ്റില്ല. വീണ്ടും സെൻട്രൽ ഗവൺമെന്റ് തന്നെ പിന്തിരിച്ചു പോയി. വീണ്ടും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് പോയല്ലോ. പ്രധാനമന്ത്രിയെ കണ്ടു, നിതിൻ ഗഡ്കരിയെ കണ്ടു, ചർച്ച ചെയ്തു. 25% പണം ഞങ്ങൾ സംസ്ഥാനം വഹിക്കാമെന്ന് സമ്മതിക്കുന്നു. 6000 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ഈ നാഷണൽ ഹൈവേ നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് കൊടുക്കുന്നു, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്നു. അങ്ങനെയാണല്ലോ ഈ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കുന്നത്. അങ്ങനെ ഭൂമി ഏറ്റെടുത്തു, പദ്ധതി തുടങ്ങിയ പദ്ധതിക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായി, പ്രതിബന്ധങ്ങളുണ്ടായി. പല സ്ഥലത്തും പല പ്രശ്നങ്ങളും ജനങ്ങൾ നേരിട്ടു. അതിനെല്ലാം എത്ര ഭംഗിയായിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹരിച്ചത്. 10 കൊല്ലം എത്ര തവണ മുഖ്യമന്ത്രി ഇതിന്റെ റിവ്യൂ മീറ്റിംഗ് നടത്തി, എത്ര തവണ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവിടെ ഇടപെട്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. അങ്ങനെ പരിഹരിച്ച് യാഥാർത്ഥ്യമായ ഈ കേരളത്തിലെ നാഷണൽ ഹൈവേ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു സാമാന്യ മര്യാദ വേണ്ടേ? കേരളത്തിൽ ഗവൺമെന്റ് അറിയിക്കണ്ടേ? കേരളത്തിലെ ഒരു വകുപ്പില്ലേ, PWD പൊതുമരാമത്ത് വകുപ്പ്, അതിനൊരു മന്ത്രിയില്ലേ? ആ വകുപ്പിനെയും ആ മന്ത്രിയെയും അറിയിക്കണ്ടേ? ഇവർ 4 BJPക്കാർ ചേർന്ന് ഞങ്ങൾ തന്നെ എല്ലാം നടത്തിക്കോളാം എന്ന് പറഞ്ഞാൽ എന്താ ഈ കേരളത്തിലെ ജനങ്ങൾ അവർ പറയുന്നതനുസരിച്ച് തുള്ളിക്കളിയുമെന്നാണ് കരുതുന്നത്? കേരളം ഒന്നടങ്കം പ്രതിഷേധിക്കുകയാണ്. ഇത് LDFന്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിന്റെ പ്രശ്നമാണ്. ഈ പ്രതിഷേധത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കണ്ടായി നിൽക്കും. ഇതിൽ രാഷ്ട്രീയമില്ല. ഇതൊരു ജനകീയമായ പ്രശ്നമാണ്. ഒരു വലിയ മഹോത്സവമായി നടത്തേണ്ടുന്ന ഈ ഉദ്ഘാടന പരിപാടി ഇങ്ങനെ സങ്കുചിതമായി കൊണ്ടുപോകാൻ പാടുണ്ടോ? അതുകൊണ്ട് ഇതിലുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങളിവിടെ ഇപ്പോൾ കാണിച്ചത്. ഞങ്ങളിവിടെ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയമായിട്ടാണ് എടുത്തത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. ഇതിപ്പോൾ BJP ഗവൺമെന്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യോ? അവിടെ കേന്ദ്ര ഗവൺമെന്റ് എടുത്തത് രാഷ്ട്രീയമായി തന്നെയാണ്. കേരള ഗവൺമെന്റിനോട് എന്താണ് കേന്ദ്രത്തെ സമീപനം നമുക്ക് എല്ലാവർക്കും അറിയാം. സാമ്പത്തികമായി വിരോധം ഏർപ്പെടുത്തി നോക്കി, തകർക്കാൻ നോക്കി. കുഞ്ഞമ്പു സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.